ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ആർട്ടിഫിഷ്യൽ വാട്ടർ ഫൗണ്ടെയിൻ ആണ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഇത് മക്കളും ബ്രദറും കൂടിയിട്ട് ഒരു അക്വാറിയം സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അക്വാറിയത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് പീസ് നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നത് അതിനൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഈ കാർഡ്ബോർഡ് പീസ് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സിമെൻറ്റ് കലക്കിയെടുത്തിട്ടുണ്ട്. സിമെൻറ്റ് കുറച്ച് ലൂസായിട്ടുള്ള രീതിയിൽ കലക്കിയെടുക്കുക. അതിൽ നമ്മളായ കാർഡ്ബോർഡിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മിഡിലായിട്ട് നമ്മളൊരു ബോട്ടിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ടിലിന് പകരം എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് നീളത്തിലായിട്ടുള്ള എന്തെങ്കിലും കുറച്ച് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആകണമെന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ആ ഒരു കുപ്പീൻ്റെ ചുറ്റിലും ആയിട്ട് കല്ലാണ് വെച്ച് കൊടുക്കുന്നത്. കല്ലിന് നമ്മൾ സിമെൻറ്റ് വെച്ചിട്ട് ഉറപ്പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ കല്ല് വെക്കുന്ന സമയത്തും കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ നമുക്കൊരു മലേൻ്റെ രീതിയിലുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ ആവുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിന് നമ്മൾ സിമെൻറ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള മലേൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നത് വരെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കല്ലുകൾ വെച്ച് കൊടുത്തിട്ട് ആ ഒരു കറക്റ്റായിട്ടുള്ള ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് സിമെൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ടുണ്ടായ കാരണം നമ്മളിത് അക്വാറിയത്തിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടെ നിൽക്കണോ, അത് ഇളകി വരാനോ ഇടാനോ ഒന്നും പാടില്ല. നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിടുന്ന സമയത്ത് അത് ഇളകി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരിസോ ഇല്ലെങ്കിൽ സിമെൻറ്റോ ഒക്കെ വെച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് ഇത് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മളെ വാട്ടർ ഫൗണ്ടെയിൻ്റെ മുകളിലായിട്ട് ഒരു ലൈറ്റും കുറച്ച് പുകയൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ അക്വാറിയത്തിൽ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവം ബ്രദർ വാങ്ങിച്ചുകൊണ്ടന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ സ്റ്റാൻഡാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടും സിമെൻറ്റ് വെച്ചിട്ടും ഉറപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു മൗണ്ടെയിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പായി എന്ന് തോന്നുന്ന ആ ഒരു ലെവലിൽ നമ്മൾ സിമെൻറ്റിലേക്ക് കുറച്ച് തുണികൾ കട്ട് ചെയ്തിട്ടതിന് ശേഷം അതിൽ നമ്മൾ മുക്കിയെടുത്തിട്ട് നമ്മൾ ആ ഒരു മലേൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പ് കിട്ടും. അതിന് മുകളിലേക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കവർ ചെയ്ത് ഒരു ഭാഗം പോലും പുറത്തേക്ക് കാണാത്ത രീതിയിൽ തന്നെ നമ്മൾ തുണി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ലൈറ്റ് നമ്മൾ വാട്ടർ ലെവലിൻ്റെ മുകളിലേക്കായിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞാൽ അത് കുറച്ച് വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ഊരിയെടുത്ത് വീണ്ടും അതിനെ കട്ട് ചെയ്ത് പകുതിയാക്കി എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ഗ്ലാസിൻ്റെ മുകളിലേക്ക് അതിനൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ ഒരു സ്റ്റാൻഡിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ടും ഇതുപോലെ തന്നെ തുണി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിൽ കല്ല് വെച്ച് കൊടുക്കാതെ വെറും തുണി മാത്രം വെച്ച് കൊടുക്കുക. കാരണം അതിൻ്റെ മിഡിൽ നിന്നും അതിൻ്റെ സൈഡിൽ നിന്നും നമുക്കൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിലൂടെ വേണം നമുക്ക് ആ ഒരു ലൈറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാനും അതിൻ്റെ വയറ് പുറത്തേക്ക് എടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സിമെൻറ്റ് വെച്ചിട്ട് ചെയ്യുന്ന വർക്കായതുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടാനായിട്ട് 2 ദിവസം എടുക്കും. അപ്പോൾ നമ്മൾ 2 ദിവസം കുറച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുത്ത് നന്നായിട്ട് ഉണക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന രീതിയിൽ ആ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ നിന്നുള്ള വശത്തു നിന്നും ആ ഒരു തുണി നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ആ ലൈറ്റ് ഇറക്കി വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് പോർഷനിൽ നിന്നും ആ ഒരു നമുക്ക് കാണാത്ത രീതിയിലുള്ള ഒരു സൈഡ് പോർഷനിൽ നിന്നും ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റും പുകയും ഒക്കെ വരുന്ന ഈ ഒരു മെഷീന് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ആ ഒരു സൈഡിൽ നമ്മൾ ആക്കിയിട്ടുള്ള ആ ഒരു ഹോളിലൂടെ നമ്മൾ അതിൻ്റെ വയറ് ഉള്ളിലേക്ക് എടുക്കുകയും ആ ഒരു സ്റ്റാൻഡിലേക്ക് നമ്മൾ അതിനെ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫൗണ്ടെയിൻ്റെ മല അതായത് മൗണ്ടെയിൻ നമ്മൾ കറക്റ്റായിട്ട് കളർ ചെയ്തെടുക്കുകയാണ്. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ കളർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മൗണ്ടെയിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനാമൽ പെയിൻറ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അക്രിലിക് കളറൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ
ആ ഒരു കളറ് നമ്മൾ വെള്ളത്തിലിടുന്ന സമയത്ത് ഫെയ്ഡായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അക്രിലിക് കളർ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് സ്ലീക്കോ ഇല്ലെങ്കിൽ വാർണിഷോ അടിച്ചിട്ട് നല്ല കവർ ചെയ്തെടുക്കണം. എന്നെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഇളകി പോകാതിരിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഈ ഒരു മൗണ്ടെയിന് ഫുള്ളായിട്ട് ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് വെച്ചിട്ടാണ് കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ഓരോരോ വിടവൊക്കെ ഉണ്ടാവും. ആ ഒരു വിടവൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യുന്ന വീഡിയോയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ബാക്കിയുള്ള ഐറ്റംസ് കൂടി ഉണ്ടാക്കിയൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഇത് ആ ഒരു അക്വേറിയത്തിലേക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു മൗണ്ടെയിൻ്റെ മുകളിൽ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ്. നല്ല വൃത്തിയിൽ പൊടിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കഴുകിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ സീഷെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാട്ടറിൻ്റെ ആ ഒരു വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പായിട്ടുള്ള രീതിയിൽ കുറച്ച് ഷെൽസാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. 5 ഷെൽസാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സൈഡിലായിട്ട് ഒരു തുറന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഷെല്ല് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ മക്കൾ കിൻഡർ ജോയ് കഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ടോയ് ആണത്. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മെർമെയ്ഡും അതുപോലെ തന്നെ ക്രാബും ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാട്ടർ ഫൗണ്ടെയിന് വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഞാൻ മക്കളെ അതിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് ഈ ഒരു വാട്ടർ ഫൗണ്ടെയിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഷെല്ലിൽ മെർമെയ്ഡ് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലോസ് ആയിട്ടുള്ള 2 ഷെൽസും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷെല്ലിൽ നമ്മൾ 2-3 പേൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്രാബും നമ്മൾ ചെടികളും ഒക്കെ വെച്ച് അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു വാട്ടർഫോളിൻ്റെ ഇത് കംപ്ലീറ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകം പറയുകയാണ്, അക്രിലിക് കളർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലീക്ക് അടിച്ചിട്ട് തന്നെ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഇളകി പോവും. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് വാട്ടർഫോൾസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ യെല്ലോയിഷ് കളറായിട്ടാണ് ഉണ്ടായിരുന്നത്. കുറച്ച് യെല്ലോയിഷ് കളറാകുന്ന രീതിയിലുള്ള ഗ്ലൂ ആയിരുന്നു അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഗ്ലൂ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇത് ഗ്ലൂ ഗണ്ണിൻ്റെ കൂടെ തന്നെ ഉള്ള ഗ്ലൂ ആയതുകൊണ്ടാണ് കുറച്ച് യെല്ലോയിഷ് കളർ പോലെയുള്ളത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു വാട്ടർഫോൾസിൻ്റെ ആ ഒരു ഫീൽ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു വാട്ടർഫോൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ ഒരുപാട് ആവശ്യമായിട്ട് വരും. നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഫീല് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഫീല് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഓരോരോ ഷെല്ലിലും കവർ ചെയ്ത് അടിയിലോട്ടേക്ക് ആ ഒരു വാട്ടർഫോൾസിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഈ ലീഫൊക്കെ ആർട്ടിഫിഷ്യൽ ലീഫാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അക്വേറിയത്തിൽ വളർത്തുന്നതായിട്ടുള്ള ലീഫുകൾ വാങ്ങാനായിട്ട് കിട്ടും. അങ്ങനെയുള്ള ലീഫുകൾ അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഗ്ലൂ ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് അമർത്തിയിട്ട് അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മുകളിൽ നിന്നിട്ട് വളരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആദ്യം ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ വാട്ടർഫോൾസിൻ്റെ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു വാട്ടർഫോളിൽ ലെവലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഫൈനൽ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുറന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.